ഹായ് മകളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് ബി ഷാഹിദ് റംസാൻ. ഈ ഒരു വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്യുന്ന ഏകദേശം സമയം 11:41. നമ്മുടെ എല്ലാ ചാപ്റ്റേഴ്സിനും ആദ്യത്തെ 6 ചാപ്റ്റേഴ്സിൻ്റെയും റിവിഷൻ കഴിഞ്ഞ ഇതിന് ശേഷം എടുക്കുന്ന ഒരു വീഡിയോ ആണ്. മകളെ, എന്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്? നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് 12 മാർക്ക് മുതൽ 15 മാർക്ക് വരെ വരക്കാനുള്ള ചോദ്യം വരാറുണ്ട്. ഇതേപോലെ കഴിഞ്ഞ വർഷം SSC കുട്ടികൾക്ക് ലൈവ് എടുക്കുന്നതിൻ്റെ ഇടയിൽ ഒരുപാട് എഫേർട്ട് എടുത്ത് സ്റ്റുഡിയോ ബോയ്സ് ആണെങ്കിലും അതോടൊപ്പം തന്നെ ഇതിൻ്റെ ക്യാമറ പിടിക്കുന്ന ആളുകളാണെങ്കിലും എഡിറ്റ് ചെയ്യുന്ന ആളുകളാണെങ്കിലും അത്രയധികം എഫേർട്ട് എടുത്തിട്ട് ചെയ്ത ഒരു വർക്ക് ഉണ്ട്. ടാൻജൻസ് അഥവാ തൊടുവരയും വൃത്തങ്ങൾ അഥവാ സർക്കിൾസ് എന്ന് പറഞ്ഞ ചാപ്റ്ററും, ഈ 2 ചാപ്റ്ററും കണക്ട് ചെയ്തുകൊണ്ടായിരിക്കും ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് വരക്കാനുള്ള ചോദ്യം ഉണ്ടാവുക. ഈ വരക്കാനുള്ള എല്ലാ ചോദ്യങ്ങളും നിങ്ങളുടെ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള എല്ലാ ചോദ്യങ്ങളും ഡിസ്കസ് ചെയ്യുന്ന, നിങ്ങളിൽ ഒരാളായിട്ട് വരക്കുന്ന ഒരു വീഡിയോ ആണ് ഞാനിവിടെ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. ഈ വീഡിയോ മുഴുവനും കാണുക. ഇത് ഒരു പക്ഷേ നിങ്ങൾ കണ്ട വീഡിയോ ആയിരിക്കും. വീണ്ടും പറയുന്നു, കണ്ട വീഡിയോ ആണെങ്കിൽ വീണ്ടും കണ്ടുകൊണ്ട് തന്നെ നിങ്ങൾ വരച്ച് പഠിക്കുക. കാരണം അത്രയധികം മാർക്ക് കിട്ടുന്ന ഒരു ചാപ്റ്ററാണ്, അല്ലെങ്കിൽ ഒരു ടോപ്പിക്കാണിത്. നിങ്ങളുടെ ക്ലാസ്സിലൊക്കെ ഒരുപാട് പാസ്സാവോ എന്ന് അറിയാത്ത ഒരുപാട് കുട്ടികളുണ്ടാവും. അവർക്കൊക്കെ നിങ്ങൾ അയച്ചു കൊടുക്കുക. ഇതിൽ ആവറേജ് കുട്ടികൾക്ക് നിങ്ങൾ അയച്ചു കൊടുക്കുക, എബോവ് ആവറേജ് കുട്ടികൾക്ക് നിങ്ങൾ അയച്ചു കൊടുക്കുക, എല്ലാം പഠിച്ച കുട്ടികൾക്കും നിങ്ങൾ ഇത് അയച്ചു കൊടുക്കുക. കാരണം അവർക്കൊക്കെ ഒരേപോലെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. എനിക്ക് ഈ വർഷം പുതുതായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഒരു ഗ്യാപ്പ് കിട്ടുന്നില്ലടാ. അതുകൊണ്ട് തന്നെയാണ് കേട്ടോ. പക്ഷേ പേടിക്കൊന്നും വേണ്ട, നമ്മൾ ഈ പറഞ്ഞ അതേ ചോദ്യങ്ങളെ നിങ്ങളുടെ പബ്ലിക് എക്സാമിന് വരക്കാൻ വരുള്ളൂ. അത് ഞാൻ തരുന്ന ഉറപ്പാണ്. സോ മക്കളെ, വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഈ വീഡിയോ മുഴുവനും കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലപ്പെട്ട ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ ഫ്രം സൈലം ലേണിംഗ്. ലവ് യു ഓൾ. ഹായ് ഡിയേഴ്സ്, ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സർക്കിൾസ് അഥവാ വൃത്തങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിലെ മുഴുവൻ കൺസ്ട്രക്ഷൻസുമാണ്. സോ ഈ ഒരു വീഡിയോ മാത്രം കണ്ടാൽ മതി 7 മാർക്ക് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ. ഈ ചാപ്റ്ററിലുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് വളരെ അടിപൊളിയായിട്ട് നിങ്ങൾ വരച്ച് പഠിക്കുക. ചോദ്യങ്ങൾ ഇതാ, ഉത്തരവും ഇതാ. ആദ്യത്തെ ചോദ്യം ഇതാണ്. ഒരു ചോദ്യം കിട്ടുന്ന സമയത്ത് നിങ്ങൾ വരക്കാൻ വേണ്ടി മാത്രം സജ്ജരാവരുത്. കാരണം അവിടെയും ചില കാൽക്കുലേഷൻസ് ഉണ്ട്. ആ കാൽക്കുലേഷനാണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത്. വളരെ സിമ്പിളാണ്. ഇതാണ് അവിടുത്തെ നിങ്ങൾ പ്രധാനമായിട്ടും നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം. അതായത്, ഡ്രോ എ ട്രയാങ്കിൾ ഓഫ് സർക്കം റേഡിയസ് 3 സെന്റിമീറ്റർ. ഒരു ചോദ്യം കിട്ടുന്ന സമയത്ത് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ആ ചോദ്യം ഏത് ചാപ്റ്ററിൽ നിന്ന് വന്നതാണ് എന്നാണ്. പല കുട്ടികളും വരക്കാനുള്ള ചോദ്യമാണ്, ആദ്യം തന്നെ ഞാൻ പോയി വരക്കട്ടെ എന്ന് വിചാരിക്കരുത്. അവിടെയും ചില കാൽക്കുലേഷൻസ് ഉണ്ട്. ഈ ഒരു ചോദ്യം നോക്കുക, വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഈ ഒരു ചോദ്യം നിങ്ങൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് ഈ 2 പോയിന്റുകളാണ്. പരിവൃത്തം അഥവാ സർക്കം റേഡിയസ്, ഈ ഒരു ടേം അതിൽ വന്നാൽ ഉറപ്പിച്ചോളൂ, ആ ചോദ്യം സർക്കിൾസ് അഥവാ വൃത്തങ്ങളിൽ നിന്നാണ്. നമുക്കറിയാം, അതിന്റെ കാൽക്കുലേഷൻ ആണ് ഞാൻ ആദ്യം കാണിക്കുന്നത്. സർക്കിൾസ് അഥവാ വൃത്തങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഒരു സെൻട്രൽ ആംഗിൾ അല്ലേ, ഒരു സെൻട്രൽ ആംഗിൾ ആണെങ്കിൽ അതിന്റെ ഹാഫ് ആയിരിക്കും ഇവിടെ ഉണ്ടാവുന്നത്. ഓക്കെ, അതിന്റെ ഹാഫ്. ഈ ഒരു ഐഡിയ ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഈ തന്ന 2 ആംഗിളുകൾ എടുക്കുക, 50 ഡിഗ്രിയും 60 ഡിഗ്രിയും. ആ 2 ആംഗിളിന്റെയും ഡബിൾ ആണ് നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. 100 ഡിഗ്രി, 120 ഡിഗ്രി. ഇനിയാണ് നമ്മൾ ചിത്രം വരക്കാൻ പോകുന്നത്. സോ ആദ്യം തന്നെ എങ്ങനെയാണ് ആ ചിത്രം വരക്കുക എന്ന് നോക്കാം. സോ മക്കളെ, ചോദ്യത്തിൽ തന്ന കാര്യം ആ അളവ് കറക്റ്റ് ആയിരിക്കണം. 3 സെന്റിമീറ്റർ റേഡിയസിൽ ഒരു സർക്കിൾ വരക്കാൻ പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് ആദ്യം സ്കെയിൽ എടുക്കാം. ആ 3 സെന്റിമീറ്റർ കറക്റ്റ് അളവെടുക്കാം. 3 സെന്റിമീറ്റർ, 1, 2, 3. മാക്സിമം വൃത്തിയിൽ വരക്കാൻ ശ്രമിക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ 3 സെന്റിമീറ്റർ റേഡിയസിൽ ഒരു സർക്കിൾ വരക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വരക്കാം, അതിലൊന്നും എവിടെയും ബുദ്ധിമുട്ടില്ല. യെസ്, കാണാൻ പറ്റുന്ന രീതിയിൽ 3 സെന്റിമീറ്റർ റേഡിയസ് വരച്ചു. അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ആ 3 സെന്റിമീറ്റർ റേഡിയസ് എവിടെയെങ്കിലും നിങ്ങൾ വരക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. എവിടെ ആയാലും കുഴപ്പമില്ല കേട്ടോ, എവിടേക്കും വരക്കാം. 3 സെന്റിമീറ്റർ പറ്റുകയാണെങ്കിൽ പേന എടുത്തുകൊണ്ട് അത് എത്ര സെന്റിമീറ്റർ ആണെന്ന് അടയാളപ്പെടുത്തുകയാണെങ്കിൽ വളരെ നല്ലത്. ശേഷം നമ്മൾ നേരത്തെ എടുത്ത ആ 50 ഡിഗ്രിന്റെ ഡബിൾ അഥവാ 100 ഡിഗ്രി നമ്മൾ എന്ത് ചെയ്യാണ്, പ്രൊട്ടാക്ടർ യൂസ് ചെയ്തുകൊണ്ട് വരക്കുകയാണ്. 50ന്റെ ഡബിൾ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് കറക്റ്റ് ആയിരിക്കണം എന്നുള്ളതാണ്. സെന്റർ കറക്റ്റ് ഇവിടെ ഈ ഒരു പോയിന്റിൽ എത്തണം. ഈ റേഡിയസ് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. ഇത് 90 ഡിഗ്രി ആണ് അല്ലേ. അപ്പൊ നമുക്ക് കിട്ടേണ്ടത് 100 ഡിഗ്രിയാണ്. അപ്പൊ 90 കഴിഞ്ഞതിന് ശേഷമാണ് 100 കിട്ടുക. അപ്പൊ മുകളിലേക്ക് എടുത്താൽ മതി. മുകളിൽ ഒരു പോയിന്റ് അടയാളപ്പെടുത്തുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഒരു പോയിന്റ് ഇവിടെ ഇങ്ങനെ ഈ രീതിയിൽ ചെയ്താൽ മതി. ഓക്കെ, രണ്ടാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ആ 100ന്റെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് അടുത്തൊരു ആംഗിൾ കിട്ടേണ്ടതുണ്ട്. 120 ഡിഗ്രിയാണ് നമ്മൾ നേരത്തെ എടുത്തു. 60ന്റെ ഡബിൾ, ദാറ്റ് ഈസ് ഈക്വൽ ടു 120 ഡിഗ്രി. ഓക്കെ, അപ്പോൾ 120 ഡിഗ്രിയും ഇതേപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്ത് വെക്കാം. ഇവിടെ വെച്ചോളൂ. മറ്റടുത്ത് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല.
120 ഡിഗ്രി 100ന്റെ 90 കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതേപോലെ വരക്കുന്നു. അപ്പോൾ നമുക്ക് ഇതാക്കുന്ന ഒരു ട്രയാങ്കിൾ ഷേപ്പിലൊരു സാധനം കിട്ടും, 3 പോയിന്റുകൾ കിട്ടും. ആ 3 പോയിന്റുകളും നിങ്ങളൊന്ന് ജോയിൻ ചെയ്യിപ്പിക്കുക. എന്നിട്ട് ഒരു ട്രയാങ്കിളായിട്ട് ഫോർമാറ്റ് ചെയ്യുക. ഇത്ര വരച്ചാൽ 3 മാർക്കിൻ്റെ ഷുവർ ക്വസ്റ്റ്യൻ ആണ്, നിങ്ങളുടെ എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഇത്ര മാത്രം എഴുതിയാൽ പോരാ, ഇത് കംപ്ലീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരൊറ്റ സ്റ്റെപ്പ് കൂടി എഴുതണം. ആ തന്ന ആംഗിളുകൾ ഒന്ന് എടുത്ത് എഴുതേണ്ടതുണ്ട്. ആ തന്ന ആംഗിളുകൾ ഇത് 100 ഡിഗ്രിയാണ് അല്ലേ, 100 ഡിഗ്രി. ഇത് 120 ഡിഗ്രിയാണ്. ഓക്കെ, 120ന്റെ ഹാഫ് ആയിരിക്കും 60 ഡിഗ്രി, 100ന്റെ ഹാഫ് ആയിരിക്കും 50 ഡിഗ്രി. ഇതാണ് നമ്മോട് വരക്കാൻ പറഞ്ഞത്. വേണമെങ്കിൽ ഒരു പേരും കൂടി ഇട്ടാൽ നിങ്ങൾക്ക് ഫുൾ മാർക്കാണ്. ഇത്രയേ ഈ ചോദ്യം ചെയ്യാനുള്ളൂ. ഈ ഒരു ചോദ്യവും ചിത്രവും വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങളുടെ ഒരുപാട് തവണ ചോദ്യ പേപ്പറിൽ മാറി മാറി വന്ന ഒരു ചിത്രവും ചോദ്യമാണ് ഈ കാണുന്നത്. സോ ആദ്യം അതിന്റെ കാൽക്കുലേഷൻ ഭാഗത്തിലേക്ക് നമുക്ക് പോവാം. ഈ ഒരു ചിത്രം തന്നിട്ടുണ്ട്. അതിൽ AB എന്ന് പറയുന്നത് അതിന്റെ വ്യാസമാണ് അഥവാ ഡയമീറ്റർ ആണ്. പിന്നെ എന്ത് തന്നിട്ടുണ്ട്, P എന്ന് പറയുന്നത് അതിലത്തെ ഒരു പോയിന്റ് ആണ്. അതോടൊപ്പം തന്നെ P എന്ന് പറയുന്നത് ABക്ക് PC എന്ന് പറയുന്നത് ABക്ക് പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ ഈ ഒരു ഐഡിയ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്കറിയാം ഇക്വേഷൻ PA × PB = PC² ആണെന്ന് നിങ്ങൾക്കറിയാം. ആ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തുകൊണ്ടാണ് വരക്കാനുള്ള ചോദ്യം വന്നിരിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം PA = 5 സെന്റിമീറ്റർ അടയാളപ്പെടുത്താം. അതോടൊപ്പം തന്നെ PB = 3 സെന്റിമീറ്റർ ആണ്. ചോദ്യത്തിലെ ആദ്യത്തെ കാര്യം PCയുടെ നീളം എത്ര? അപ്പോൾ PA × PB അതായത് 5 × 3 = PC² അല്ലേ. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും PC = എത്രയാണ്, √15 ആണ്, √15. അപ്പോൾ ഒന്നാമത്തെ ആൻസറായി. രണ്ടാമത്തെ ചോദ്യം ഈ ചോദ്യമായിട്ട് കണക്ട് ചെയ്ത ചോദ്യമാണ്. എന്താ ചോദ്യം? ഡ്രോ എ സ്ക്വയർ ഓഫ് ഏരിയ 15 സ്ക്വയർ സെന്റിമീറ്റർ. ഒരു സ്ക്വയറിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്ക്വയറിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ √15 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് √15 അല്ല 15 തന്നിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഒരു സൈഡ് എത്രയായിരിക്കും? √15 ആയിരിക്കും. √15 × √15 അതാണ് 15 എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സൈഡ് √15 ആയിട്ടുള്ള ഒരു സ്ക്വയർ ആണ് നമുക്ക് വരയ്ക്കേണ്ടത്. അതിന് നമുക്ക് ഈ ചിത്രം തന്നെ ഉപയോഗിക്കാം. അതിലേക്ക് നമുക്ക് കിടക്കാം. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ പരീക്ഷയ്ക്ക് വരാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. ഇതേ ചോദ്യം കണക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വേറെയും ചോദ്യങ്ങൾ വരാം. സോ മക്കളെ ശ്രദ്ധിച്ചോളൂ, ഇത് വരയ്ക്കാൻ വളരെ സിമ്പിളാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യത്തിലേ ഉള്ളൂ, 15 ചതുരശ്ര സെന്റിമീറ്റർ പരപ്പളവുള്ള അഥവാ ഏരിയയുള്ള ഒരു സ്ക്വയർ വരയ്ക്കാനാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ, ഈ നീളം 5ഉം ഈ നീളം 3ഉമായിട്ട് ഒരു റെക്റ്റാങ്കിൾ വരക്കാം. ഓക്കെ, ഈ നീളം 5 ശരിക്കും റെക്റ്റാങ്കിൾ വരക്കണം നിർബന്ധമല്ല, പക്ഷെ അതും കൂടി ഞാൻ പഠിപ്പിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതേ കണക്ട് ചെയ്തിട്ടുള്ള മറ്റു 2 ചോദ്യങ്ങളുണ്ട്, അത് ഞാൻ കാണിച്ചു തരും. അപ്പം ഞാൻ ആദ്യം തന്നെ 5 സെന്റിമീറ്റർ നീളത്തിൽ ഒരു വര വരക്കുന്നു. 5 സെന്റിമീറ്റർ നീളത്തിൽ ഒരു വര വരക്കുന്നു. ഓക്കെ, ശേഷം ഒരു പ്രൊട്ടാക്ടറൊക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് എന്താക്കാം, ഒരു റെക്റ്റാങ്കിൾ വരക്കാൻ വേണ്ടി നമുക്കറിയാം റെക്റ്റാങ്കിളിന്റെ ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണ്. സോ ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്താം 90 ഡിഗ്രി. ആ 90 ഡിഗ്രിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, 3 സെന്റിമീറ്റർ എടുക്കുന്നു. 3 സെന്റിമീറ്റർ. ഓക്കെ, നമുക്കറിയാം 3 സെന്റിമീറ്റർ 15ൽ നിന്നും 12 ആണ്. 3 സെന്റിമീറ്റർ അടയാളപ്പെടുത്തുന്നു, അതൊന്ന് ജോയിൻ ചെയ്യിപ്പിക്കുന്നു. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ എന്താക്കുന്നു, റെക്റ്റാങ്കിൾ ഒന്ന് ഫില്ല് ചെയ്യാണ്. എഗെയിൻ 90 ഡിഗ്രി എടുക്കുന്നു. നമുക്ക് എന്ത് കിട്ടുന്നു, അധികം വരുന്നത് നമുക്ക് ലാസ്റ്റ് ഇറേസ് ചെയ്യാം. ഏകദേശം സെറ്റാന്ന് തോന്നുന്നു, ഭാഗ്യം. ഓക്കെ, ഏകദേശം 5 സെന്റിമീറ്റർ നീളം 3. യെസ്, അതൊന്ന് അടയാളപ്പെടുത്തിയാൽ നല്ലതാണ്. 5 സെന്റിമീറ്റർ നീളം, 3 സെന്റിമീറ്റർ വീതി. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ ഒരു നീളമുണ്ടല്ലോ, ഈ ഒരു നീളം നമ്മൾ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ അടയാളപ്പെടുത്തിയതിന് ശേഷം അതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് ഇവിടേക്ക് ഒരു ആർക്ക് വരക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്നിട്ട് ഈ ആർക്കിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, അങ്ങ് ജോയിൻ ചെയ്യിപ്പിക്കുന്നു. വേണമെങ്കിൽ ഈ ചോദ്യം ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് 5 + 3 8 സെന്റിമീറ്റർ നീളത്തിൽ ഒരു വര ആദ്യമേ അങ്ങ് വരച്ച് ചെയ്താലും നിങ്ങളുടെ മാർക്ക് കുറയില്ല. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഇതിന് നല്ലൊരു പേര് കൊടുക്കാം. ഇതിന് P എന്ന് കൊടുക്കാം, ഇതിന് A എന്ന് കൊടുക്കാം, ഇതിന് B എന്ന് കൊടുക്കാം. C കൊടുക്കാനായിട്ടില്ല. എന്നിട്ട് ഈ നീളം കൂടി ഒന്ന് എഴുതി വെക്കാം, കാരണം ഈ നീളം തന്നെയാണ് ഇവിടേക്ക് വന്നത്. ഇനി നമ്മുടെ ടാസ്ക് എന്ന് വെച്ചാൽ ഈ ABയുടെ മിഡ് പോയിന്റ് അഥവാ മധ്യബിന്ദു കണ്ടെത്തണം. നമുക്കറിയാം 5 3 8 ആണ്, അതിൻ്റെ പകുതി 4 ആണ്. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് കാൽക്കുലേറ്റർ കറക്റ്റ് കിട്ടുന്ന നമ്പർ ആയതുകൊണ്ട് നിങ്ങൾക്ക് 4 അടയാളപ്പെടുത്താം, സ്കെയിൽ ഉപയോഗിച്ച് അടയാളപ്പെടുത്താം. ഇനി അല്ല, ഏറ്റവും നല്ല വഴി എന്താണെന്ന് വെച്ചാൽ
ഈ വരയുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ അഥവാ ലംബസമാജി, വരയുടെ പകുതിയിലധികം എടുത്ത്, നിങ്ങൾ 7ാം ക്ലാസ്സിലൊക്കെ വരച്ച് പഠിച്ച കാര്യമാണ്. പകുതിയിലധികം എടുത്ത്, എത്രയാലും കുഴപ്പമില്ല, പകുതിയിലധികം എടുത്ത് കുറച്ച് നിങ്ങളടുത്ത് വരച്ചോളൂ, കുഴപ്പമില്ല. അതേ അളവ് തന്നെ മാറാതെ ഇവിടെയും വരക്കണം. എന്നിട്ട് ഇതേ അളവ് ഒരിത്തിരി മാറാതെ മറ്റൊരു പോയിന്റ്, മറ്റേ അഗ്രബിന്ദുവിലെടുക്കുക. എന്നിട്ട് ഒന്ന് ജോയിൻ ചെയ്യിപ്പിച്ചു കൊടുക്കുക. ഓക്കെ, അപ്പം നിങ്ങൾ ആ 2 വരകൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന ബിന്ദു അല്ലെങ്കിൽ പോയിന്റ് എന്ന് പറയുന്നത് എക്സാക്ട്ലി ആ 4 സെൻറ്റിമീറ്റർ കടന്നു പോകുന്ന അതേ പോയിന്റ് തന്നെ ആയിരിക്കും കേട്ടോ, യാതൊരു സംശയവും വേണ്ട. അങ്ങനെയാണ് കറക്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നത്, 4 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തുന്നത്. ഓക്കെ, കറക്റ്റ് 4 സെൻറ്റിമീറ്റർ ആയിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ അളന്ന് നോക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 4 സെൻറ്റിമീറ്റർ ആണ്. ഇനി നമ്മുടെ ടാസ്ക് എന്ന് പറഞ്ഞാൽ ലാസ്റ്റത്തെ സ്റ്റെപ്പാണ് മക്കളെ. ഈ അളവിൽ ഈ ഒരു റേഡിയസ്, അതായത് ഇതിനെ വേണമെങ്കിൽ സെൻറ്റർ ആണ്, അതുകൊണ്ട് O എന്നിടാം, വേണമെങ്കിൽ നിർബന്ധമല്ല. OB എന്ന് പറയുന്നത് ആരമായിക്കൊണ്ട് അഥവാ റേഡിയസ് ആയിക്കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ചിത്രം വരയ്ക്കുക, ഒരു അർദ്ധവൃത്തം. ഇനി ഫുൾ വൃത്തം വരച്ചാലും കുഴപ്പമില്ല. കറക്റ്റാണ്, അളവൊന്നും തെറ്റിയിട്ടില്ല. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ റെക്റ്റാങ്കിളിൻ്റെ ഈ സൈഡ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യുക എന്നതാണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പ്. ജസ്റ്റ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യുക. എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഓൺ ദി സർക്കിളിൽ, നമ്മളെ ചോദ്യത്തിലുള്ള അതേപോലെ തന്നെ ഓൺ ദി സർക്കിളിൽ ഒരു പോയിന്റ് കിട്ടും. അതിനെയാണ് നമ്മൾ C എന്ന് വിളിക്കേണ്ടത്. ഓക്കെ, അപ്പം നമുക്കറിയാം, നമ്മളിനി അളന്ന് നോക്കേണ്ട ആവശ്യമില്ല. PA × PB = PC². അതായത് ഇത് √15 ഒന്ന് എഴുതി വെക്കുന്നത് നല്ലതാണ്. ഇത് വശമായിക്കൊണ്ട് ഒരു സമചതുരം വരച്ചാൽ ഇതിൻ്റെ ഫുൾ മാർക്കായി 4 മാർക്കിൻ്റെ ചോദ്യമാണ്. അപ്പോൾ സമചതുരം വരയ്ക്കാൻ വേണ്ടി ഈ നീളം നിങ്ങൾ കോമ്പസിൽ എടുക്കുന്നു. ഈ ചോദ്യം ഒരു 3 തവണ 4 തവണ വരച്ച് പഠിച്ചോളൂ, ഇമ്പോർട്ടൻ്റ് ആണ്. എന്നിട്ട് നമ്മൾ ഇവിടെ അടയാളപ്പെടുത്തുന്നു. എനിക്ക് തോന്നുന്നു മോഡൽ എക്സാമിൽ ചോദിച്ചിട്ടുണ്ട്, സോ നന്നായിട്ട് ശ്രദ്ധിക്കാം. ഈ നീളം എടുത്തു, അതേ നീളം നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ നിന്ന് വരക്കുന്നു. ഓക്കെ, എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യാം. ഈ നീളം മാറരുത് കേട്ടോ, വേറെ പെൻസിൽ യൂസ് ചെയ്യണമെന്നൊന്നുമില്ല. നമുക്ക് ആ നീളം മാറാതെ തന്നെ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് അതേ നീളം നമ്മൾ എന്ത് ചെയ്യുന്നു, അതേ നീളം, സെയിം നീളം ഇവിടെ നിന്ന് നമ്മൾ അതേ നീളത്തിൽ ഒരു ആർക്ക് വരക്കുന്നു. അപ്പോൾ അത് കൂട്ടിമുട്ടുന്നതായിട്ട് കാണാം. ആ കൂട്ടിമുട്ടുന്ന പോയിന്റും ഇതും തമ്മിൽ ഒന്ന് ജോയിൻ ചെയ്യിപ്പിക്കാം. ഓക്കെ, അപ്പോൾ കിട്ടുന്നത് ഒരു സമചതുരമായിരിക്കും. അതാണ് നമ്മോട് ചോദിച്ച സമചതുരം. നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊന്ന് ഷെയ്ഡ് ചെയ്ത് ഒന്ന് കൊടുത്താൽ ഫുൾ മാർക്കാണ്, അല്ലെങ്കിൽ ഫുൾ മാർക്കാണ്. പക്ഷെ അതിൻ്റെ ഭംഗിക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്താക്കാം, ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്ര വരച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ മാർക്കാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. സോ ഇതേ ചോദ്യം തന്നെ മറ്റു 2 രീതിയിൽ വരുന്നത് കൂടി ഞാൻ ഇവിടെ കാണിച്ചു തരാം. സോ ഈ ചോദ്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക കേട്ടോ. സെയിം ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ മറ്റു 2 രീതിയിൽ വന്ന ചോദ്യം. ഇത് വരക്കുന്നത് സെയിം മെത്തേഡാണ്. ചോദ്യം ഇങ്ങനെയാണ്, പരീക്ഷയ്ക്ക് വന്നതാണ്. പിയുടെ നീളം 5 സെൻറ്റിമീറ്റർ, PB യും PQ 4 ആണ്. ഓക്കെ, പിയുടെ നീളം 5 സെൻറ്റിമീറ്റർ, PB എന്ന് പറയുന്ന ഈ നീളവും PQ എന്ന് പറയുന്ന ഈ നീളവും സെയിം ആണ്. ഓക്കെ, 4 സെൻറ്റിമീറ്റർ. വാട്ട് ഇസ് ഏരിയ ഓഫ് ദി സ്ക്വയർ ആണ് PQ ചോദിച്ചത്. PRSCയുടെ PRSC, അതായത് ഈ സമചതുരത്തിൻ്റെ പരപ്പളവ് എന്താണെന്നാണ് ചോദിച്ചത്. ഈ സമചതുരത്തിൻ്റെ പരപ്പളവ് അഥവാ ഏരിയയും ഇതിൻ്റെ ഏരിയയും ഇത് എത്രയാണ്, 5 ആണ്. ഇത് എത്രയാണ്, 4 ആണ്. 5 × 4 20 ആണെങ്കിൽ ഇതിൻ്റെ ഏരിയയും എത്ര തന്നെ ആയിരിക്കും, 20 തന്നെ ആയിരിക്കും. ഒന്നാമത്തെ ചോദ്യം അത്. രണ്ടാമത് ഡ്രോ എ സ്ക്വയർ ഓഫ് ഏരിയ 20 സ്ക്വയർ സെൻറ്റിമീറ്റർ. നമ്മൾ നേരത്തെ 15 ചോദിച്ചത് കൊണ്ട് 15ൻ്റെ ഘടകങ്ങളായിട്ടുള്ള 5ഉം 3ഉം എടുത്തു. 5ഉം 3ഉം. ഇവിടെ 20 ചോദിച്ചത് കൊണ്ട് നമ്മൾ എന്തെടുക്കുന്നു, 5 സെൻറ്റിമീറ്റർ നീളവും 4 സെൻറ്റിമീറ്റർ വീതിയും. 5 × 4 ദാറ്റ് ഈസ് 20. അങ്ങനെ എടുക്കുന്നു. ഇനി 5, 4 തന്നെ എടുക്കണമെന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ 10 സെൻറ്റിമീറ്റർ നീളവും 2 സെൻറ്റിമീറ്റർ വീതിയിൽ വരച്ചാലും സെയിം ആൻസറാണ് കിട്ടുക. പക്ഷേ ഏറ്റവും നല്ലത് കൂട്ടിയാൽ ചെറുത് കിട്ടുന്നതാണ് നല്ലത്. 5ഉം 4ഉം കൂട്ടിയാൽ 9 ആണ്. അപ്പോൾ കുറച്ച് സ്ഥലം മതി. 10 2 കൂട്ടിയാൽ 12 ആണ്, കുറച്ചധികം സ്ഥലമാണ്. അപ്പോൾ ഏറ്റവും നല്ലത് ഇതാണ്. നിങ്ങൾക്ക് ഏതെടുത്തും ഇതിൻ്റെ ആൻസർ ചെയ്യാം. ഇതേ ചോദ്യം തന്നെ മറ്റൊരു രീതിയിൽ വന്ന ഒരു ചോദ്യം കൂടി ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരികയാണ്. ചോദ്യത്തിലുള്ളൂ 5 സെൻറ്റിമീറ്റർ നീളവും 4 സെൻറ്റിമീറ്റർ വീതിയുമുള്ള ഒരു ചതുരം വരയ്ക്കുക. നമ്മളിപ്പോൾ ചെയ്ത പോലെ 5 സെൻറ്റിമീറ്റർ നീളവും 4 സെൻറ്റിമീറ്റർ വീതിയുമുള്ള ചതുരം വരച്ചു. എന്നിട്ട് ഇതേ പരപ്പളവുള്ള മറ്റൊരു സമചതുരം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ 4 സെൻറ്റിമീറ്റർ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക. എന്നിട്ട് അതൊരു സെമി സർക്കിളാക്കി മാറ്റുക. എന്നിട്ട് ഇവിടെ അത് ജോയിൻ ചെയ്യിപ്പിക്കുക. എന്നിട്ട് ആ നീളം ഇവിടേക്ക് കൊടുത്തിട്ട് സെയിം മോഡൽ നിങ്ങൾക്ക് എന്താക്കാം,
ഈ ഫിഗർ വരക്കാം. അപ്പോൾ ഒരേ ചോദ്യം തന്നെ 3 തരത്തിൽ വ്യത്യസ്ത തരത്തിൽ വന്നത് നിങ്ങൾ കണ്ടു. അങ്ങനെ ഏത് ചോദ്യം വന്നാലും സെയിം ആൻസർ ആണ്. ഇനി നിങ്ങളോട് 18 സെൻറ്റിമീറ്റർ, 20-ന് പകരം 18 സെൻറ്റിമീറ്റർ ആണ് ചോദിച്ചതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ആ 18നെ ഘടകങ്ങളാക്കുക. 6 × 3, 6 സെൻറ്റിമീറ്റർ നീളം, 3 സെൻറ്റിമീറ്റർ വീതി. അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്താക്കാം? ഈ ചോദ്യത്തിൽ ഏത് വന്നാലും ആൻസർ ഫില്ല് ചെയ്യാം. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. 4 മാർക്ക് ഷുവർ ക്വസ്റ്റ്യൻ. ഓക്കെ, ഈ ഒരു ചോദ്യം നോക്കുക. അങ്ങനെ ഒരുപാട് തവണ എക്സാമിന് ചോദിച്ചിട്ടില്ല എങ്കിൽ പോലും ഈ ഒരു ചോദ്യം വന്നാൽ ചെയ്യാൻ അറിയാത്ത കുട്ടികളാണ് പലരും. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലും ഇതേ രീതിയിൽ ഒരു ചോദ്യമുണ്ട്. ലാസ്റ്റ് ചോദ്യം വരികയാണെങ്കിൽ ഉറപ്പിച്ചോളൂ, 5 മാർക്ക് ഷുവർ ആണ്. ചിത്രം വരക്കുന്ന രീതി ഞാനൊന്ന് കാണിച്ചു തരാം. സാധാരണ ഈ മോഡൽ നമ്മൾ കണ്ടത് ഒരു റെക്റ്റാങ്കിളിൽ നിന്നും അതേ ഏരിയയുള്ള മറ്റൊരു സ്ക്വയർ ആണ്, സമചതുരം. എന്നാൽ ഈ ചോദ്യം അങ്ങനെയല്ല. ഒരു റെക്റ്റാങ്കിളിൽ നിന്നും മറ്റൊരു റെക്റ്റാങ്കിൾ, അഥവാ ഒരു ചതുരത്തിൽ നിന്നും മറ്റൊരു ചതുരം. സോ മക്കളെ, ഇതിൻ്റെ ആൻസർ ചെയ്യാൻ ഇത്ര ഐഡിയ ഉള്ളൂ. ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? 5 സെൻറ്റിമീറ്റർ നീളവും 4 സെൻറ്റിമീറ്റർ വീതിയുമുള്ള ഒരു ചതുരം വരക്കുന്നു. സിമ്പിളാണ്. 5 സെൻറ്റിമീറ്റർ നീളവും. ഈ ചോദ്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ താഴോട്ട് കുറച്ചധികം സ്പേസ് വേണം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ആൻസർ ഷീറ്റിൽ എഴുതുന്ന സമയത്ത് താഴേക്ക് 2 വരിയൊക്കെ ആണ് ഉള്ളതെങ്കിൽ അവിടെ വരക്കാൻ നിൽക്കരുത്. അടുത്തൊരു പേജ് യൂസ് ചെയ്തുകൊണ്ട് എന്താക്കണം? വരക്കണം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ 5 സെൻറ്റിമീറ്റർ നീളവും 4 സെൻറ്റിമീറ്റർ വീതിയുമുള്ള ഒരു ചതുരം വരക്കുന്നു. ഓക്കെ, 90 ഡിഗ്രി എടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ 90 ഡിഗ്രി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സെറ്റ് സ്ക്വയറിൽ ഒരാളെ എടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് 90 ഡിഗ്രിയാണ്. വേണമെങ്കിൽ അത് യൂസ് ചെയ്തുകൊണ്ട് 90 ഡിഗ്രി അടയാളപ്പെടുത്താം. ഓക്കെ, 4 സെൻറ്റിമീറ്റർ വീതി. 4 സെൻറ്റിമീറ്റർ വീതി എന്ന് പറഞ്ഞാൽ ഈ കാണുന്നത് വേണമെങ്കിൽ അവിടെ നോക്കാം. ഓക്കെ, 4 സെൻറ്റിമീറ്റർ എന്നാൽ 15-ൽ നിന്ന് 11-ലേക്ക് 4 സെൻറ്റിമീറ്റർ വീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു റെക്റ്റാങ്കിൾ വരക്കുന്നു. അധികം വരുന്ന ഭാഗം നിങ്ങൾ എന്ത് ചെയ്യുക? വേണമെങ്കിൽ ഇറേസർ ഉപയോഗിച്ചുകൊണ്ട് ഇറേസ് ചെയ്യാം. അപ്പോൾ 5 സെൻറ്റിമീറ്റർ നീളവും 4 സെൻറ്റിമീറ്റർ വീതിയും അടയാളപ്പെടുത്താം. ഇനി ഇതേ നീളം, ഈ 4 സെൻറ്റിമീറ്റർ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടേക്ക് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടതുണ്ട്. സോ ആ 4 സെൻറ്റിമീറ്റർ ഞാൻ എന്ത് ചെയ്യുന്നു? എക്സ്റ്റെൻഡ് ചെയ്യുന്നു. സോ മക്കളെ ശ്രദ്ധിച്ചോളൂ. ആ 4 സെൻറ്റിമീറ്റർ ഞാൻ എക്സ്റ്റെൻഡ് ചെയ്യുന്ന രീതി നന്നായിട്ട് ശ്രദ്ധിക്കാം. ഇതാണ് ആ എക്സ്റ്റെൻഡ് ചെയ്യുന്ന രീതി. അത് ജസ്റ്റ് എന്താക്കുക? ഇങ്ങോട്ട് ജോയിൻ ചെയ്യിപ്പിച്ചു കൊടുക്കുക. എന്നിട്ട് നേരത്തെ ചെയ്ത അതേ രീതിയിൽ നിങ്ങൾക്ക് എന്താക്കേണ്ടതുണ്ട്? ഒരു കാര്യം ചെയ്യേണ്ടതുണ്ട്. സോ ഇത് 4 സെൻറ്റിമീറ്റർ ആണ്. 5 സെൻറ്റിമീറ്റർ, 4 സെൻറ്റിമീറ്റർ. ഇനി ചോദ്യത്തിലേക്ക് നന്നായിട്ട് ശ്രദ്ധിക്കാം. 7 സെൻറ്റിമീറ്റർ ഒരു വശത്തിൻ്റെ നീളമുള്ള ഒരു ചതുരം, ഒരു റെക്റ്റാങ്കിൾ ആണ് വരയ്ക്കേണ്ടത്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ആ 7 സെൻറ്റിമീറ്റർ സ്കെയിലിൽ അടയാളപ്പെടുത്തുക. 7 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തിയതിന് ശേഷം ആ 7 സെൻറ്റിമീറ്റർ നിങ്ങൾ അല്ലേ വേണ്ട ഇങ്ങനെ കുത്തനെ വരച്ചാൽ മതി. അടയാളപ്പെടുത്താൻ നിർബന്ധമില്ല. കുത്തനെ 7 സെൻറ്റിമീറ്റർ താഴോട്ട്. ഇതിനാണ് ഞാൻ പറഞ്ഞത് ആ ഒരു സ്പേസ് ഇവിടെ വേണമെന്നുള്ളത്. ഓക്കെ, ഇവിടം വരെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു നീളത്തെ ഇവിടേക്ക് ജോയിൻ ചെയ്യിപ്പിക്കുക. അപ്പം നമുക്കൊരു ട്രയാങ്കിൾ കിട്ടും. അടുത്ത ജോലി എന്ന് പറയുന്നത് ഈ ട്രയാങ്കിളിൻ്റെ 2 വശങ്ങളുടെ, 3 വശങ്ങളായാലും കുഴപ്പമില്ല, ലംബ സമവാചി അഥവാ പെർപെൻഡിക്കുലർ ബൈസെക്ടറാണ്. അതായത് ഓരോ വശത്തിൻ്റെയും പകുതിയിലധികം എടുത്തുകൊണ്ട് നമ്മൾ ആർക്ക് വരക്കുന്നു, ചാപം. അതേ അളവ് മാറാതെ നേരെ ഓപ്പോസിറ്റ് സ്ഥലത്ത് നിന്ന് നമ്മൾ അടുത്തൊരു ആർക്ക് വരക്കുന്നു, ചാപം. അപ്പോൾ നമുക്കിവിടെ കൂട്ടിമുട്ടിയില്ല എങ്കിൽ നിങ്ങൾ വീണ്ടും ഇതിലേക്ക് വരേണ്ടതുണ്ട്. അപ്പോൾ 2 പോയിന്റ് കിട്ടി. അതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യുക. ഈ ഒരു ചിത്രത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ PA × PB = PC × PD ആണ് കേട്ടോ. അടുത്തത് ഇതേപോലെ ഈ ഒരു വശത്തിന്റെ പകുതിയിലധികം ലംബ സമവാചി എടുക്കുക. വരയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇതേപോലെ ആർക്ക് വരക്കാം. ഇവിടെ വരച്ചു. അതേ നീളം മാറാതെ ഇവിടെ വരക്കാം. കൂട്ടിമുട്ടിയിട്ടില്ല എങ്കിൽ കൂട്ടിമുട്ടിക്കാം. ചെറിയൊരു വേരിയേഷൻ ഒന്നും പ്രശ്നമില്ല. നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതും കൂട്ടിമുട്ടിക്കുന്നു. അപ്പം നിങ്ങൾക്ക് ഇത് രണ്ടും കൂടി കൂട്ടിമുട്ടുന്ന ഒരു പോയിന്റ് കാണാം. ആ പോയിന്റ് വെച്ചുകൊണ്ട്, ആ പോയിന്റ് കറക്റ്റ് ഇവിടെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇതൊരു ഫുൾ സർക്കിളാക്കി മാറ്റാൻ പറ്റും. ഒന്ന് ടച്ച് ചെയ്ത് നോക്കാം. ഇവിടെ കിട്ടി, ഇവിടെ കിട്ടി, ഇവിടെ കിട്ടി. കറക്റ്റ്.
ഇതൊരു കംപ്ലീറ്റ് സർക്കിളായിട്ട് മാറി. ഒന്ന് കംപ്ലീറ്റ് ആക്കുക കേട്ടോ. ഈ ഒരു ചോദ്യത്തിൽ കംപ്ലീറ്റ് ആക്കണം നിർബന്ധമാണ്. മറ്റേ ചോദ്യത്തിൽ അർദ്ധവൃത്തമാകാനും കുഴപ്പമില്ല. കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ആവശ്യം ഈ ഒരു പോയിന്റാണ്. അവിടെയാണ് ഇമ്പോർട്ടൻ്റ് ഈ ഒരു പോയിന്റ്. ഇതിനെ നമുക്ക് പി എന്നും, ഇതിനെ നമുക്ക് എ എന്നും, ഇതിനെ നമുക്ക് ബി എന്നും, ഇതിനെ നമുക്ക് സി എന്നും, ഇതിനെ നമുക്ക് ഡി എന്നും വിളിക്കാം. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു സർക്കിളിൻ്റെതാണെങ്കിൽ പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി. പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി ആണ് നമ്മൾ പഠിച്ച ഇക്വേഷനാണ്. പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി. അപ്പോൾ പി എ ഇൻറ്റു പി ബി എന്ന് പറഞ്ഞാൽ ഈ ഒരു റെക്റ്റാങ്കിൾ ഏരിയ തന്നെയാണ്. പി സി ഇൻറ്റു പി ഡി എന്ന് പറഞ്ഞാൽ നമ്മൾ വരക്കാൻ പോകുന്ന റെക്റ്റാങ്കിൾ ഏരിയ രണ്ടും സെയിം ആണ്. അപ്പോൾ നമുക്ക് ആ പി സി എന്ന് പറയുന്ന നീളം എന്താക്കാം, ഇവിടെ നിന്നും വീഡിയോ ഒക്കെ മനസ്സിലായ ആളുകൾ തീർച്ചയായിട്ടും നല്ല രീതിയിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. ഇവിടെ അടയാളപ്പെടുത്തി എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അത് കുത്തനെ താഴോട്ട് വരക്കുന്നു പെർപെൻഡിക്കുലർ. ടെക്സ്റ്റ് ബുക്കിലുണ്ട് ഈ ചോദ്യം. നമുക്ക് എന്ത് ചെയ്യുന്നു, അത് കൃത്യമായിട്ട് വരക്കാൻ പറ്റുന്നു. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ പുതിയ റെക്റ്റാങ്കിളിനെ നമ്മൾ ഷെയ്ഡ് ചെയ്യുന്നു. ഇനി അഥവാ കുറച്ച് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ആ രീതിയിലേക്ക് ഷെയ്ഡ് ചെയ്താൽ മതി കേട്ടോ. സോ ഇതാണ് ഒരു റെക്റ്റാങ്കിളിൻ്റെ അതേ ഏരിയയുള്ള മറ്റൊരു റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത്. ഈ ഷെയ്ഡ് ചെയ്താണ് ഇതിൻ്റെ ആൻസർ. ഇങ്ങോട്ട് തന്നെ ചെയ്യണമെന്നില്ല, വേണമെങ്കിൽ ഇങ്ങോട്ടും എടുക്കാം, നോ പ്രോബ്ലം. ക്ലിയർ അല്ലേ? ഇത് അത്ര ഇമ്പോർട്ടൻ്റ് ഉള്ള ചോദ്യമല്ല, പക്ഷേ ടെക്സ്റ്റ് ബുക്കിലുള്ളതും പണ്ടൊക്കെ പരീക്ഷയ്ക്ക് ഒരുപാട് ചോദിച്ചതുമായിട്ടുള്ള ചോദ്യമാണ്. അതുകൊണ്ട് വരച്ച് പഠിക്കാതെ പോവണ്ട. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട ഒരു ചിത്രമാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. 3 മാർക്കിന് പരീക്ഷ ചോദിക്കുന്ന ഒരു ചോദ്യം. ചോദ്യത്രേ ഉള്ളൂ. ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 4 സെന്റിമീറ്റർ. അതായത് 4 സെന്റിമീറ്റർ ആരത്തിൽ ഒരു വൃത്തം വരയ്ക്കാനാണ് പറഞ്ഞത്. ആദ്യം തന്നെ നമുക്ക് 4 സെന്റിമീറ്റർ റേഡിയസ് എടുക്കാം. 4 സെന്റിമീറ്റർ റേഡിയസ്. എന്നിട്ട് അതേ വൃത്തം, ഇത് വേണമെങ്കിൽ ഒന്ന് യെസ് സെയിം ആണ്, ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. 4 സെന്റിമീറ്റർ റേഡിയസ്. ഓക്കെ, ഒരു സർക്കിൾ വരയ്ക്കാൻ പോവുകയാണ്. 4 സെന്റിമീറ്റർ റേഡിയസിൽ യെസ് ഒരു സർക്കിൾ വരച്ചു. അടുത്തൊരു ചോദ്യം, ഈ വൃത്തത്തിൽ ഒരു ബിന്ദു അടയാളപ്പെടുത്തുക. ഈ വൃത്തത്തിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്ത് ഒരു ബിന്ദു അടയാളപ്പെടുത്താം. എവിടെ ഒന്നൊന്നുമില്ല, എവിടെ അടയാളപ്പെടുത്താം. ബിന്ദു അടയാളപ്പെടുത്തുക. ഈ ബിന്ദുവിലൂടെ ഒരു തൊടുവര വരയ്ക്കുക. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്പാണ് ഞാൻ നിങ്ങൾക്ക് പറയുന്നത്. അപ്പോൾ ചില കുട്ടികൾ പറയും, സാറേ ഈ സ്റ്റെപ്പ് തെറ്റാണ്, അത് പ്യുവർ കൺസ്ട്രക്ഷൻ അല്ല എന്ന് പറയും. പക്ഷേ കൃത്യമായിട്ട് അന്വേഷിച്ച് വാല്യുവേഷനൊക്കെ നടത്തുന്ന ടീച്ചേഴ്സിനോട് കൃത്യമായിട്ട് പറഞ്ഞതിന് ശേഷമാണ് ഈ വീഡിയോ എടുക്കുന്നത്. സോ ഞാൻ ഈ പറയുന്ന രീതിയിൽ വരച്ചാൽ 100% നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും, അത് ഗ്യാരണ്ടിയാണ്. ഓക്കെ, പക്ഷെ അവിടെ നിങ്ങൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. നമുക്കറിയാം അതിൻ്റെ ഒരു സർക്കിൾ, ഈ പോയിന്റിലേക്ക് ഒരു സർക്കിൾ, ഒരു റേഡിയസ് നമുക്ക് വരക്കാം. ഒരു റേഡിയസ് എവിടേക്കും വരക്കാം കേട്ടോ, ഇഷ്ടമുള്ള സ്ഥലത്ത് റേഡിയസ് വരക്കാം. നമ്മൾ പഠിച്ചൊരു കാര്യം, ഇതിലെ കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഒരു തൊടുവരയും അതോടൊപ്പം തന്നെ റേഡിയസും, ടാൻജന്റ് റേഡിയസും എപ്പോഴും പെർപെൻഡിക്കുലർ ആണ്, അഥവാ 90 ഡിഗ്രി ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് എടുത്താൽ മതി, കറക്റ്റ് ഇതാ ഇങ്ങനെ വെച്ചിട്ട് കറക്റ്റ് ഈ വര കണ്ടോ, ഇവിടെ ഉള്ളൊരു വര ഉണ്ട് അടിയുള്ള, ആ വര കറക്റ്റ് റേഡിയസിനെ തൊടുന്ന രീതിയിൽ 90 ഡിഗ്രി എടുത്തിട്ട് 2 പോയിന്റ് ഇവിടെയും ഇവിടെയും അടയാളപ്പെടുത്തി കൊടുത്തിട്ട് അതങ്ങ് ജോയിൻ ചെയ്യിപ്പിക്കുക. വളരെ സിമ്പിളായുള്ള വഴിയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ കുട്ടികൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവേണ്ട, ഒരു പേടിയും പേടിക്കേണ്ട, ഫുൾ മാർക്ക് ഉറപ്പാണ് കേട്ടോ, അത് ഗ്യാരണ്ടിയാണ്. 90 ഡിഗ്രി. ആ ഗ്യാരണ്ടി കിട്ടണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യമാണ്, ഇവിടെ 90 ഡിഗ്രി എന്ന് അടയാളപ്പെടുത്തണം. ഒന്നുകിൽ 90 ഡിഗ്രി എന്ന് എഴുതുക, അല്ലെങ്കിൽ ഇത്ര എഴുതി കൊടുത്താൽ മതി, ഫുൾ മാർക്കാണ്. ഇത്രേ ഉള്ളൂ, ഫുൾ മാർക്ക്. അപ്പോൾ ഈ ചോദ്യം ചെയ്യാൻ ഇത്രേ പണിയുള്ളൂ. 2 മാർക്കിനും 3 മാർക്കിനും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഓക്കെ, അടുത്തൊരു ചോദ്യത്തിലേക്ക് കിടക്കാം. ഡിയേഴ്സ്, വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഈ കാണുന്നത്. ഓൾമോസ്റ്റ് എല്ലാ വർഷത്തിലെ ചോദ്യപേപ്പറിലും ഈ ചോദ്യങ്ങൾ നമ്മൾ കാണാറുണ്ട്. സോ ഈ ചോദ്യം വന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. ചോദ്യം ഒന്ന് വായിച്ചു നോക്കുക. ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 3 സെന്റിമീറ്റർ. ആരം 3 സെന്റിമീറ്റർ ആയിട്ടുള്ള ഒരു വൃത്തം വരക്കണം. ആ വൃത്തം വരക്കുന്നതിനുണ്ട് നിങ്ങൾക്ക് 1 മാർക്ക്. ഓക്കെ, അപ്പോൾ റേഡിയസ് 3 സെന്റിമീറ്റർ ആയിട്ട് വൃത്തം നമ്മൾ വളരെ സ്മൂത്തായി കൊണ്ട് വരക്കുന്നു. യെസ്, ഇത്ര വരച്ചാൽ തന്നെ നിങ്ങൾക്ക് 1 മാർക്കാണ് കേട്ടോ. ബാക്കി വരച്ചിട്ടില്ല എങ്കിൽ പോലും ഇതിനും 1 മാർക്കുണ്ട്. അടുത്തൊരു ചോദ്യം, വൃത്ത കേന്ദ്രത്തിൽ നിന്നും 6 സെന്റിമീറ്റർ അകലെ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു കറക്റ്റ് റേഡിയസ് 3 സെന്റിമീറ്റർ അടയാളപ്പെടുത്താം. ഓക്കെ, 3 സെന്റിമീറ്റർ വേണമെങ്കിൽ എഴുതിയെടുക്കാം, 3 സെന്റിമീറ്റർ. അടുത്തൊരു ചോദ്യം വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ നിങ്ങളുടെ ഈ 3ന്റെ സ്ഥാനത്ത് 3.5 എന്നായിരിക്കും ചോദിക്കുക. ചിലപ്പോൾ വൃത്ത കേന്ദ്രത്തിൽ നിന്നും 6 സെന്റിമീറ്റർ അകലെ എന്നുള്ളതിന് പകരം 7 സെന്റിമീറ്റർ അകലെ എന്നോ
അല്ലെങ്കിൽ 7.5 സെന്റിമീറ്റർ അകലെ എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ വൃത്ത കേന്ദ്രത്തിൽ നിന്നും 6 സെന്റിമീറ്റർ അകലെ എന്ന് പറഞ്ഞാൽ ഈ കേന്ദ്രം 6 സെന്റിമീറ്റർ എടുത്തിട്ട് ഇവിടെ പി എന്ന് പറയുന്ന ഒരു പോയിന്റ് അടയാളപ്പെടുത്തുക. പി, ഇതിനെ പി എന്ന് പറയുന്ന ഒരു പോയിന്റ് അടയാളപ്പെടുത്തുക. എന്നിട്ട് അതൊന്ന് ജോയിൻ ചെയ്യിപ്പിക്കുക. ഓക്കെ, അങ്ങനെ ജോയിൻ ചെയ്യിപ്പിച്ചതിന് ശേഷം നിങ്ങളോട് ചോദിച്ച കാര്യമാണ് ഈ ബിന്ദുവിൽ നിന്നും വൃത്തത്തിലേക്കുള്ള തൊടുവരകൾ വരക്കുക. 2 തൊടുവരകൾ ഉണ്ടാവും, ആ 2 വരക്കണം, അത് അളന്നെഴുതണം. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് നേരത്തെ ചെയ്ത പോലെ ഈ വരയുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ അഥവാ ലംബസമാജി. ഇത് ടോട്ടൽ 6 സെന്റിമീറ്റർ ആയതുകൊണ്ട് കറക്റ്റ് 3 സെന്റിമീറ്ററിലായിരിക്കും അതിന്റെ സെന്റർ ഉണ്ടാവുക. പക്ഷേ നമ്മളിപ്പോൾ തൽക്കാലത്തേക്ക് എന്ത് ചെയ്യുന്നു, നിങ്ങളെ കൃത്യമായിട്ട് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് കറക്റ്റായിട്ട് തന്നെ വരക്കുന്നു. ലംബസമവാചി ഓൾമോസ്റ്റ് ഇവിടേക്കാണ് വരുന്നത്. സോ നമുക്ക് രണ്ടും എന്താക്കണം, കൂട്ടിമുട്ടിക്കണം. രണ്ടറ്റവും കൂട്ടിമുട്ടിക്കേണ്ട ക്ലാസ്സാണ്. സോ ഇത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യുന്ന സമയത്ത് കറക്റ്റ് 3 സെന്റിമീറ്റർ ആയിട്ടുള്ള ഇതിലൂടെ പോകട്ടോ. ഇനി 7 സെന്റിമീറ്റർ 7.5 എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ചിലപ്പോൾ കുറച്ച് ഇവിടേക്കൊക്കെ ആയിരിക്കും വരിക. ഇനി ആൻസർ കഴിഞ്ഞു, ഇത്രേ ഉള്ളൂ. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, ഇതൊരു സെമി സർക്കിളായിട്ട് അല്ലെങ്കിൽ ഫുൾ വൃത്തമായിട്ട് ഇതൊന്ന് ഫില്ല് ചെയ്യുക. സെമി സർക്കിൾ വേണ്ട, ഫുൾ വൃത്തമായിക്കോട്ടെ. സോറി, ഇവിടെ കേട്ടോ, ഇവിടെ 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 സെൻറ്ററിൽ വെക്കണേ. നമ്മളെ സെൻറ്ററാണ് കണ്ടുപിടിച്ചത്. സോ സെൻറ്ററിൽ വെച്ചിട്ട് അതൊരു ഫുൾ സർക്കിളാക്കി മാറ്റുക. അപ്പോൾ 7 സെൻറ്റിമീറ്റർ ആണ് ചോദിച്ചതെങ്കിൽ കറക്റ്റ് പകുതി തന്നെ കിട്ടണമെന്നില്ല, അത് നന്നായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. നമ്മൾ ചോദിച്ചത് 6 സെൻറ്റിമീറ്റർ പകരം 7 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഒരു ഇത്തിരി ഇങ്ങോട്ട് വരും. ഓക്കെ, സെയിം ആൻസർ തന്നെയാണ്, സെയിം മെത്തേഡാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടേക്കാണ് ജോയിൻ ചെയ്യിപ്പിച്ചു കൊടുക്കുക. ഈ വരക്കുന്ന ഈ വരകളാണ്, ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് തവണ പരീക്ഷയ്ക്ക് വന്ന ക്വസ്റ്റ്യൻ ആണ്, 3 മാർക്കിനും 4 മാർക്കിനും. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ എന്താക്കാം, എന്ന് കൊടുക്കാം, ഇതിനെ ബി എന്ന് കൊടുക്കാം, ഇതിനെ സി എന്ന് കൊടുക്കാം, ഡി എന്ന് കൊടുക്കാം, നിർബന്ധമല്ല. നമ്മളോട് ചോദിച്ചിട്ടുണ്ട് ഈ വരയുടെ നീളം അളന്ന് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താക്കാം, കറക്റ്റ് അളവ് എന്ന് പറഞ്ഞത് ഞാനിപ്പോൾ വരച്ചതിൻ്റെ ഏകദേശം 5.3 ആണ്. നിങ്ങൾ ഇത്രയും കറക്റ്റാക്കി നിർബന്ധമൊന്നുമില്ല. സോ പി സി ഈക്വൽ ടു 5.3. 2 തൊടുവരകളുടെ നീളം എന്തായിരിക്കും, നിങ്ങൾ അളക്കണം എന്നില്ല, സെയിം ആയിരിക്കും കേട്ടോ. അളക്കാതെ തന്നെ ഇത് ഉറപ്പിക്കാം. 2 തൊടുവരകളുടെ നീളം എന്താണ്, 5.3 തന്നെയാണ്. ഓക്കെ, സോ ഈ ചോദ്യം വെരി ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കാതെ പരീക്ഷയ്ക്ക് പോകരുത്. ആകെ മാറ്റം നിങ്ങളുടെ ചോദ്യത്തിൽ ഉണ്ടാവുക 3 സെൻറ്റിമീറ്ററിൻ്റെ സ്ഥാനത്ത് ചിലപ്പോൾ 3.5 അല്ലെ 4, 6 സെൻറ്റിമീറ്ററിൻ്റെ സ്ഥാനത്ത് 7 അല്ലെ 7.5, ആ രീതിയിലെ പരീക്ഷയ്ക്ക് വരുള്ളൂ. സോ വിഷ് ഓൾ ദ ബെസ്റ്റ്. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് നിങ്ങൾ ഈ കാണുന്നത്. ഈ രീതിയിൽ തന്നെ അതേ രീതിയിൽ ഉള്ള ഒരു ചോദ്യം നിങ്ങൾ സർക്കിൾസ് അഥവാ വൃത്തങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മൾ ഡിസ്കസ് ചെയ്തു. മക്കളെ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതാണ്, ടച്ചിങ് ദ സർക്കിൾ അഥവാ വൃത്തത്തിൽ തൊടുന്നത്. ഓക്കെ, ഒരു പക്ഷേ ഇതേ ചോദ്യം നിങ്ങൾക്ക് അന്തർവൃത്ത ആരം അഥവാ ഇൻ റേഡിയസ് എന്ന് പറഞ്ഞാലും സെയിം മെത്തേഡാണ്. ഇൻ റേഡിയസ് എന്ന് പറഞ്ഞാലും അന്തർവൃത്ത ആരം, ഇത് രണ്ടും സെയിം ആണ്. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്ന സെയിം മെത്തേഡാണ്. വൃത്തത്തെ തൊടുന്ന രീതിയിൽ എന്ന് പറഞ്ഞാൽ തൊടുവര സെയിം ആണ് കേട്ടോ. ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ ഇവിടെ ഒരു കാൽക്കുലേഷൻ ഉണ്ട്. ആ കാൽക്കുലേഷൻ എന്താണ് ഞാൻ ആദ്യം കാണിച്ചു തരാം. ഇത്രേ ഉള്ളൂ. നിങ്ങൾ ഈ തന്ന 3 ആംഗിൾ ഉണ്ടല്ലോ, ചിലപ്പോൾ 2 ആംഗിൾ ആയിരിക്കും, എത്ര ആയിക്കോട്ടെ, അത് 180 നിന്നും കുറയ്ക്കുക. 180 മൈനസ് 50 ദാറ്റ് ഈസ് ഈക്വൽ ടു 130. 3 ആംഗിൾ കുറയ്ക്കണം. 180 മൈനസ് 60, 180 60 കുറച്ചാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 120 ആണ്. അടുത്ത് നമ്മൾ പ്രത്യേകിച്ച് ചെയ്യണമെന്നില്ല, അല്ലാതെ തന്നെ കിട്ടും. 180 മൈനസ് 70 ദാറ്റ് ഈസ് ഈക്വൽ ടു 110 ഡിഗ്രി. അതായത് ഇത് സെൻട്രൽ ആംഗിൾ ആണ്. ഇനി നിങ്ങൾ വരയ്ക്കേണ്ടത് ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 2.5 സെൻറ്റിമീറ്റർ, 2.5 സെൻറ്റിമീറ്റർ ആരമുള്ള ഒരു സർക്കിൾ വരയ്ക്കണം. 2.5 കറക്റ്റ് എടുത്തു. ചിലപ്പോൾ 3 എന്നായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മളിവിടെ 2.5 സെൻറ്റിമീറ്ററിൽ ഒരു സർക്കിൾ വരച്ചു. ഡൗട്ടുകളും കാര്യങ്ങളൊന്നുമില്ല. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഈ 3ൻ്റെ സെൻട്രൽ ആംഗിളുകൾ വരയ്ക്കുകയാണ്. ഏതൊക്കെയാണ്? 130 ഡിഗ്രി എടുക്കണം ആദ്യം. സോ പ്രൊട്ടാക്ടർ എടുക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു റേഡിയസ് വരയ്ക്കുക. ഈ സർക്കിളിലേക്കുള്ള ഒരു റേഡിയസ് ഇഷ്ടമുള്ള സ്ഥലത്ത് എവിടെയാലും കുഴപ്പമില്ല, റേഡിയസ് വരച്ചു. എന്നിട്ട് ഇവിടെ നിങ്ങൾ കറക്റ്റ് കുത്തിയിട്ട് ഈ ഒരു പൊസിഷനിൽ വെച്ചിട്ട് കറക്റ്റ് ഇട്ടോ 130 ഡിഗ്രി, 120 കഴിഞ്ഞിട്ട് 130 ഇവിടെ വരുന്നത്, അതൊന്ന് ജോയിൻ ചെയ്യിപ്പിക്കുക. ഇത്ര ചെയ്താൽ മതി. അടുത്തത് നിങ്ങൾ എത്ര എടുക്കണം? 120 ഡിഗ്രി ഇവിടെ വെച്ചിട്ട് നിങ്ങൾ എത്ര എടുക്കുക? 120 ഡിഗ്രി, കറക്റ്റ് 120 ഡിഗ്രി. ഇപ്പോൾ 90 ഡിഗ്രി ആണ് കുത്തനെ
90 ഡിഗ്രി മനസ്സിലാക്കിയതിന് ശേഷമാണ് 120. ഒരിക്കലും 120 ഇവിടെ പോയി വരച്ച് വെക്കരുത്, തെറ്റാണ്. നന്നായി ശ്രദ്ധിക്കണം. 120 എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മളെ കാല് ഇങ്ങനെ വൈഡാക്കി വെച്ചതിൽ കൂടുതലുണ്ടാവും. അപ്പോൾ 120 എന്ന് പറഞ്ഞാൽ ഇവിടെ വരാം. ഓക്കെ, കാരണം 90 പറഞ്ഞാൽ കുത്തനെ വരും. അപ്പോൾ നിങ്ങൾ അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പല കുട്ടികളും തെറ്റിക്കുന്ന ഒരു കാര്യമാണ് 120 അവിടെ കൊണ്ടുപോയി വരയ്ക്കും. അപ്പോൾ കാണുമ്പോൾ തന്നെ ആ ലോജിക്ക് മനസ്സിലാക്കാം. 120. ഓക്കെ, അപ്പോൾ ഒന്ന് അടയാളപ്പെടുത്തി വെക്കാം. ഇത് 130 ഒരു ബെൻസിൻ്റെ ചിത്രം കേട്ടോ. 120. മറ്റേത് അടയാളപ്പെടുത്തണമെന്നില്ല, ഓട്ടോമാറ്റിക്കലി നമ്മൾ അളക്കാതെ തന്നെ ഇത് എത്ര ആയിരിക്കും? 110 ആയിരിക്കും. അത് പ്രത്യേകിച്ച് അളക്കണം എന്നില്ല, ഓട്ടോമാറ്റിക്കലി അതായിരിക്കും കേട്ടോ. അടുത്തതാണ്, ഞാൻ വീണ്ടും പറയുകയാണ്, ഇത് ഞാനിപ്പോൾ വരക്കാൻ പോകുന്നത് കറക്റ്റ് മെത്തേഡാണ്. പല കുട്ടികൾക്കും സംശയം ഉണ്ടാവും, എൻ്റെ ടീച്ചർ ഇങ്ങനെയല്ല പഠിപ്പിച്ചത് എന്ന്. മക്കളെ, ഇങ്ങനെ വരച്ചാലും 100% ഉറപ്പിച്ചോ നിങ്ങൾക്ക് ഫുൾ മാർക്കാണ്. അത് നമ്മൾ വെരിഫൈ ചെയ്തതിന് ശേഷമാണ് ഈ വീഡിയോ എടുക്കുന്നത്. സോ മക്കളെ ശ്രദ്ധിച്ചോളൂ. നമുക്കറിയാം, തൊടുവര എന്ന് പറഞ്ഞാൽ അതിനെ തൊട്ടിട്ടുള്ള വരയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വരച്ച ഈ കറക്റ്റ് സെൻറ്ററിൽ ഇങ്ങനെ വെക്കുക. ഈ പോയിൻ്റാണ് ഇമ്പോർട്ടൻറ്റ്. എന്നിട്ട് ഒന്ന് ടൈറ്റാക്കി പിടിക്കുക. രണ്ടറ്റത്തും ഒരു പോയിൻ്റ് ഇടുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു സ്കെയിൽ എടുത്തിട്ട് അത് വരക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. കുറച്ച് നീട്ടി വരച്ചോളൂ കേട്ടോ, എത്രയും നീട്ടി വരക്കാൻ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് തൊട്ടുന്ന് കാണാൻ പറ്റും. ഇതേ മെത്തേഡ് തന്നെ നിങ്ങൾ മറ്റു 2 സ്ഥലത്ത് യൂസ് ചെയ്യുക. സെയിം മെത്തേഡ്, വളരെ സിമ്പിളായുള്ള മെത്തേഡാണ്. ഈസി ആയിട്ട് 5 മാർക്ക് സ്കോർ ചെയ്യാം. 100% ഉറപ്പാണ് ഫുൾ മാർക്ക്. ഇവിടെയും ആ പോയിന്റ് അടയാളപ്പെടുത്തുക. എന്നിട്ട് ഇപ്പോൾ ചെയ്തതുപോലെ തന്നെ, ഒരു മാറ്റവും ഇല്ല. നമ്മൾ തൊടുവര വരയ്ക്കാൻ യൂസ് ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോൾ ചെയ്ത അതേ മെത്തേഡ്, ഒരു മാറ്റവും ഇല്ല. നിങ്ങൾക്ക് എന്താക്കാം, ആ 2 പോയിന്റുകൾ ജോയിൻ ചെയ്യിപ്പിക്കാം. കുറച്ച് താത്തി വരക്കാം. സെയിം മെത്തേഡിൽ നമ്മൾ ഇവിടെയും യൂസ് ചെയ്യുന്നു. ആ 90 ഡിഗ്രി. യെസ് 90 ഡിഗ്രി എടുത്തു. ഇവിടെയും ഈ 2 അറ്റത്തും കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെ നമുക്ക് എന്താക്കാൻ പറ്റും, ജോയിൻ ചെയ്യിപ്പിക്കാൻ പറ്റും. മാറിപ്പോകുന്ന പോയിന്റുകൾ. അപ്പോൾ നമുക്ക് കാണാൻ പറ്റി മക്കളെ, ഇവിടെ ഈ ട്രയാങ്കിൾ നിങ്ങൾക്ക് കാണാൻ പറ്റി. ഉറപ്പിച്ചോളൂ, ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇത് 90 ഡിഗ്രി അടയാളപ്പെടുത്തുക. ഇത്ര ചെയ്താൽ ഫുൾ മാർക്കാണ്. ഇത് 130 ഡിഗ്രി ആയതുകൊണ്ട് ഈ കോൺ എന്ന് പറഞ്ഞാൽ 50 ഡിഗ്രിയാണ്. കാരണം ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 180 കിട്ടും. ഇത് 110 ആയതുകൊണ്ട് ഇത് 70 ഡിഗ്രിയാണ്. കാരണം ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 180 കിട്ടും. ഇത് 120 ആണെങ്കിൽ ഇത് 60 ആണ്. ഇതാണ് ആശയം എന്ന് പറയുന്നത്. 5 മാർക്ക് ഷുവറാണ്. ഇനി ഈ ചോദ്യം വന്നാൽ ഒരാൾ പോലും ചെയ്യാതിരിക്കരുത്. വെരി ഇമ്പോർട്ടൻറ്റ് ഫിഗർ. ഇത്ര വരച്ചിട്ട് ഇതൊന്ന് അടയാളപ്പെടുത്തിയാൽ മാത്രം മതി, ഫുൾ മാർക്കാണ്. സെറ്റല്ലേ? ഡിയേഴ്സ്, ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഈ കാണുന്നത്. നിങ്ങളുടെ പരീക്ഷയ്ക്ക് ഇനി വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യം. ഓക്കെ, മോഡൽ എക്സാമിനൊക്കെ കണ്ടിട്ടുണ്ട് ഈ ചോദ്യം. ഇത്രേ ഉള്ളൂ. ആദ്യം തന്നെ ഒരു ട്രയാങ്കിൾ വരക്കണം. നമ്മൾ ഇതുവരെ റെക്റ്റാങ്കിളൊക്കെയാണ് ചെയ്തത്. അപ്പോൾ ട്രയാങ്കിൾ വരക്കണം. ആ ട്രയാങ്കിളിൻ്റെ നീളങ്ങൾ എന്തായിരിക്കണം? 4 സെൻറ്റിമീറ്റർ, 5 സെൻറ്റിമീറ്റർ, 6 സെൻറ്റിമീറ്റർ ആയിരിക്കണം. അപ്പോൾ ഒരു ട്രയാങ്കിൾ വരക്കാൻ ഞാൻ പ്രത്യേകിച്ച് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല, എന്നാലും ഞാൻ പഠിപ്പിക്കുകയാണ്. 4 സെൻറ്റിമീറ്റർ, 5 സെൻറ്റിമീറ്റർ, 6 സെൻറ്റിമീറ്റർ. അപ്പോൾ ഞാൻ ആദ്യം ആ വലിയ സൈഡ് അടിയിലെടുക്കുന്നു. 6 സെൻറ്റിമീറ്റർ. ഓക്കെ, 6 സെൻറ്റിമീറ്റർ എടുക്കുന്നു. ശേഷം 4 സെൻറ്റിമീറ്റർ, 5 സെൻറ്റിമീറ്റർ ഞാൻ സ്കെയിൽ വെച്ച് അടയാളപ്പെടുത്തുന്നു. ആദ്യം 5 സെൻറ്റിമീറ്റർ എടുത്തു. അത് ഏതെങ്കിലും ഒരറ്റത്ത് നിന്ന്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കാം. ഒരറ്റത്ത് നിന്ന് ഞാൻ 5 സെൻറ്റിമീറ്റർ എടുക്കുന്നു. ശേഷം അടുത്ത 4 സെൻറ്റിമീറ്റർ ആണ് കിട്ടേണ്ടത്. അതും ഞാൻ സ്കെയിൽ എടുത്തിട്ട് ഇതേപോലെ 4 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തുന്നു. 4 സെൻറ്റിമീറ്റർ. ഓക്കെ, കറക്റ്റ് എടുക്കുന്നു. എന്നിട്ട് മറ്റേ അറ്റത്ത് നിന്നും നമ്മൾ അതും കൂടി വരക്കുന്നു. ഇങ്ങനെയാണ് ഒരു ട്രയാങ്കിൾ വരക്കുക. നിങ്ങൾ പഠിച്ചതാണ്. അപ്പം നിങ്ങൾക്ക് എന്ത് കിട്ടും? ഈ ഒരു പോയിന്റ് കിട്ടി. നമ്മൾ അവിടേക്ക് ജോയിൻ ചെയ്യിപ്പിച്ചു. ഇത് ഇങ്ങോട്ടും ജോയിൻ ചെയ്യിപ്പിച്ചു. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് വെരിഫൈ ചെയ്യാം. 4 സെൻറ്റിമീറ്റർ ആണ്, 5 സെൻറ്റിമീറ്റർ കറക്റ്റാണ്. അപ്പോൾ ട്രയാങ്കിൾ വരച്ചു. നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊന്ന് എഴുതി വെക്കാം. 6 സെൻറ്റിമീറ്റർ, 5 സെൻറ്റിമീറ്റർ, 4 സെൻറ്റിമീറ്റർ. അടുത്ത ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ ഉള്ളിൽ ഒരു വൃത്തം വരയ്ക്കണം. അന്തർവൃത്തം അഥവാ ഇൻ റേഡിയസ്. മക്കളെ, ഇൻ റേഡിയസ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഇതുപോലെ 3 സൈഡുകൾ തന്നിട്ട് ഇൻ റേഡിയസ് വരക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ 3 കോണുകളുടെയും സമഭാജി വരക്കണം. അതിനുവേണ്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു വര വരയ്ക്കാം. ഇഷ്ടപ്പെട്ട സ്ഥലത്ത് എവിടെയും വരക്കാം കേട്ടോ. ഓക്കെ, വരച്ചു എന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്നിട്ട് ഈ 2 പോയിന്റുകൾ തമ്മിൽ ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്യിപ്പിക്കാം. കൂട്ടിമുട്ടി ഈ 2 പോയിന്റുകൾ. എന്നിട്ട് സിമ്പിളാണ്. ഈ വരയുടെ ലംബ സമഭാജി, ഇപ്പോൾ നമ്മൾ ഈ വരച്ച വരയുടെ ലംബ സമഭാജി പകുതിയിൽ അധികം എടുക്കുക.
എന്നിട്ട് ഇവിടെ എവിടെയെങ്കിലും ഒരു വര വരയ്ക്കുക. കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും. യെസ്, അതേ അളവ് ഇവിടേക്കും കൊണ്ടുവരാം. അപ്പോൾ അത് കൂട്ടിപ്പെടുന്ന ഒരു പോയിന്റ് കാണാം. അതൊന്ന് ജസ്റ്റ് ഈ സർക്കിളിൽ ഈ ആംഗിളിൻ്റെ കറക്റ്റ് സെൻറ്റർ വെച്ചിട്ട് ഒന്ന് വരച്ചാൽ മതി. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കുറച്ചുകൂടി സ്മൂത്ത് ആയിട്ടുള്ള ഒരു പെൻസിൽ എടുക്കുകയാണ്. നിങ്ങളിത് വരക്കണം, ഈ പെൻസിൽ തന്നെ എടുക്കണം നിർബന്ധമൊന്നുമില്ല, നിങ്ങൾ യൂസ് ചെയ്യുന്ന പെൻസിൽ എടുക്കാം. സെയിം മോഡൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടേക്ക് യൂസ് ചെയ്യുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു അളവ് എടുത്തിട്ട് ഇവിടേക്ക് ഒരു ആംഗിൾ വരക്കാം. കുറച്ച് വലുത് വരക്കണേ വരക്കാം. എന്നിട്ട് ഇതിൻ്റെ കറക്റ്റ് പകുതിയിലധികം എടുക്കുന്നു. എത്രയാവട്ടോ, പകുതിയിലധികം ഒരു ആർക്ക് വരക്കുന്നു. ആ സെയിം ആർക്ക് അതേ നീളത്തിൽ മാറാതെ ഇവിടേക്കും വരക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു പോയിന്റ് കിട്ടി. അതും കൂടി ഞാൻ എന്താക്കുന്നു, ഇവിടെ ജോയിൻ ചെയ്യിപ്പിക്കുന്നു. ഇത് രണ്ടും കൂടി ടച്ച് ചെയ്യുന്ന ഒരു പോയിന്റ്. മൂന്നാമത്തേത് വരക്കണം നിർബന്ധമല്ല, വരച്ചാൽ നല്ലതാണ്, നിർബന്ധമല്ല, ഫുൾ മാർക്ക് കിട്ടും കേട്ടോ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു പോയിന്റ് വെച്ചിട്ട് ഇതാണ് ഇൻസെൻറ്റർ. ഏതെങ്കിലും ഒരു വശത്തെ നമ്മൾ ബേസ് ചെയ്യുന്നു. എന്നിട്ട് ഒരു പൊടിക്ക് താത്തിയിട്ട് ഒരു സർക്കിൾ വരയ്ക്കുന്നു. യെസ്, എൻ്റെ മോനെ പൊളി. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു പൊടി അങ്ങോട്ടോ ഇങ്ങോട്ടോ വരികയാണെങ്കിൽ, ഒരു ഇത്തിരി അങ്ങോട്ടോ ഇങ്ങോട്ടോ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല മെത്തേഡ് എന്താണെന്നറിയോ, അതൊന്ന് കൂട്ടി കൊടുക്കുക എന്നതാണ്. ഓക്കെ, ചെറിയൊരു മാറ്റമാണെങ്കിൽ, വലിയൊരു മാറ്റമൊന്നും ആണെങ്കിൽ നിങ്ങൾ ചെയ്യരുത്. ചെറിയൊരു മാറ്റമാണെങ്കിൽ അതിനെ ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുത്താൽ മതി. കാരണം നമ്മൾ ചെയ്യുന്ന വഴികളൊക്കെ കറക്റ്റാണ്. അങ്ങനെ തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്, ഫുൾ മാർക്കാണ്. ഇങ്ങനെ ചെയ്താലും ഫുൾ മാർക്കാണ്. സോ എല്ലാ രീതിയിലും നിങ്ങൾക്ക് ഫുൾ മാർക്ക് നേടിത്തരാൻ ഈ ഒരു ചിത്രം വരച്ചാൽ മതി, വേറൊന്നും വേണ്ട കേട്ടോ. സോ ഐഡിയ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിൻ്റെ റേഡിയസ് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊന്ന് ഇവിടെ ഈ കറക്റ്റ് പോയിന്റിലേക്ക് ഒന്ന് ജോയിൻ ചെയ്യിപ്പിക്കാം. എന്നിട്ട് അതിൻ്റെ നീളം ഒന്ന് അളന്നിടാം. ഏകദേശം 1 സെൻറ്റിമീറ്റർ ആണുള്ളത്. സോ നിങ്ങൾക്ക് കറക്റ്റ് 1.5 കേട്ടോ. നിങ്ങൾ വരച്ച് നോക്കുക. ചെറിയൊരു പോയിന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി എന്ന് വിചാരിച്ച് ഫുൾ മാർക്ക് നഷ്ടപ്പെടില്ല. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്, 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. ഓക്കെ.